ശ്രീ പ്രശാന്ത്, ഈ എല്ലാ സമയത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ന്യൂനപക്ഷങ്ങളുടെ മേൽ പ്രകടനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂനപക്ഷ പീഡനം നടത്തിക്കൊണ്ട് അതും മറുപക്ഷം വോട്ടാക്കാനായിട്ടുള്ള ശ്രമമൊക്കെ നടക്കുന്നു. ഇത് ക്രിസ്മസ് കാലമാണ്. ക്രിസ്മസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവരെ ആ മതവിഭാഗത്തെ ഈ തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ BJP കൂടുതലായിട്ട് ഈ ന്യൂനപക്ഷത്തെ, ക്രൈസ്തവരെ ചേർത്ത് നിർത്തുകയാണ്. ക്രൈസ്തവരും BJPയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് എതിർ മുന്നണികൾക്കിത് വളരെ അസഹനീയമായിട്ട് അനുഭവപ്പെടുന്നത്. ഈ അവസരത്തിൽ നമ്മൾ വേറൊരു കാര്യം ഓർക്കണം. RSSന്റെ മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞ കാര്യം, ഇന്ത്യയിൽ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു മതേതര സ്വഭാവമാണ്. ആ മതേതര സ്വഭാവത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അതിനെ മറ്റു രീതിയിൽ തകർക്കാനുള്ള ശ്രമവും നടക്കുകയല്ലേ ചെയ്യുന്നത്? അതായത് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഞാൻ മുമ്പേ നമ്മൾ ടോക്കിനകത്ത് പറഞ്ഞില്ലേ, കേരളത്തിൻ്റെ മുഖം മാറി. ഇനി ഈ ആൾക്കാരെ കബളിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. ആ ഒരവസ്ഥയിലെ കാര്യങ്ങൾ ഉരുത്തിരിച്ചതിന് കാരണക്കാർ ഇപ്പം ഈ ആശങ്കപ്പെടുന്നവർ തന്നെ. കാരണം നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞ് പോകുന്നതിന് പകരം അത് കൃത്യമായിട്ട് ചെയ്യാൻ UDFനോ LDFനോ സാധിക്കാതെ വരുമ്പോൾ വേറെ ചില ആൾക്കാരെ കുറ്റം പറഞ്ഞത് അത് മറച്ചു പിടിച്ച് അവർ വന്നാൽ കുഴപ്പമാണെന്ന് കാണിച്ച് എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും സാറ് ചെയ്യുന്ന പണി കൃത്യമല്ല, അതെനിക്ക് ഇരിക്കുന്നതിന് വേണ്ടി വേറൊരുത്തൻ്റെ പണി ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതിനെക്കാട്ടി മോശമുള്ള ഒരുത്തൻ്റെ കുറച്ച് ദിവസം കഴിയുമ്പോൾ സാറിൻ്റെ പണി മോശമാണെന്ന് എനിക്ക് മനസ്സിലാവത്തില്ലേ? ഇതായിപ്പോൾ ഇവിടുത്തെ UDFനും LDFനും പറ്റിക്കൊണ്ടിരിക്കുന്നേ. അവരിതുവരെ ഇവിടെ രാഷ്ട്രീയം, അവരുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയം മൺമറഞ്ഞു പോയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, ആ ഐഡിയോളജി വെച്ചുള്ള രാഷ്ട്രീയം മൺമറഞ്ഞു പോയിട്ട് കാലങ്ങളായി. അവർ കുറേ കാലം കൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്, ഇന്ത്യയിലും രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ടും SDP കൂട്ടുപിടിച്ചുകൊണ്ടും ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ടും, അല്ലെങ്കിൽ ലേബർ പാർട്ടിയോ ആ പാർട്ടി വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ UDFും LDFും പറയുന്നത് BJP വർഗീയ പാർട്ടിയാണ്. ഇത് അങ്ങ് വിശ്വസിക്കുകയും ചെയ്തത് പെട്ടെന്ന് കേൾക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. മുസ്ലിം ലീഗ് വർഗീയ പറയുന്നത് BJP വർഗീയ പാർട്ടിയാണ്. BJPക്കാർ അവര് മതേതര ജനാധിപത്യ പാർട്ടിയാണെന്ന് വന്ന് BJPയുടെ ഫുൾ ഫോം ഭാരതീയ ജനതാ പാർട്ടി. മറ്റേതിൻ്റെ തൊട്ട് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ടൊരു മതത്തിന്റെ പേര് പറഞ്ഞ് ആനുകൂല്യങ്ങൾ, അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഉറക്കെ പറയുന്ന ഒരു പാർട്ടി പറയുന്നത് BJP വർഗീയ പാർട്ടിയാണ്. ഇത് കേട്ടോണ്ട് ഇവിടുത്തെ ഒരു കാലഘട്ടം വരെ ഇവിടുത്തെ മതേതര ജനാധിപത്യ സാധനമാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിന്ന ആൾക്കാരെല്ലാം പറയുന്നത് BJP വർഗീയ പാർട്ടി, ഹിന്ദുക്കൾ. പക്ഷെ ആ ഹിന്ദു ഇപ്പൊ കുറഞ്ഞു, മനസ്സിലാവുന്നുണ്ട്? അത് മനസ്സിലാക്കണം. അപ്പം ഇപ്പൊ പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിനകത്ത് UDFും LDFും കബളിപ്പിച്ചുകൊണ്ടിരുന്നതിനകത്തു നിന്ന് കബളിപ്പീര് പറ്റി ഇവർ പറയുന്നത് ശരിയല്ല, ഇതിനെക്കാട്ടി ശരി ഒരുപക്ഷെ BJP ആണെന്നും പറഞ്ഞുകൊണ്ട് ചില ക്രിസ്ത്യാനികളൊക്കെ പോകുന്നുണ്ടോ എന്ന് ഇവർക്ക് സംശയമുണ്ട്. അപ്പം അതിന് തടയിടണമെങ്കിൽ വീണ്ടും പഴയ മുദ്രാവാക്യം ഏക്കുന്നത്. അപ്പൊ പഴയ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മണിപ്പൂർ എന്തോ സംഭവിച്ചെന്നുള്ള കാര്യം ഇവിടുത്തെ ക്രിസ്ത്യാനി തൃശ്ശൂർ ഇലക്ഷൻ സമയത്ത് മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നവൻ്റെ അടുത്ത് ക്രിസ്ത്യാനി ഇറങ്ങി പറഞ്ഞു, മണിപ്പൂർ ഇവിടുന്ന് 3000 കിലോമീറ്റർ അപ്പുറമാണ് കൊച്ചാട്ടാ, ഇവിടെ ഞങ്ങൾ സുരേഷ് ഗോപി നിൽക്കുന്നത്, ഇവിടുത്തെ ക്രിസ്ത്യാനി സുരേഷ് ഗോപി വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇതേ രീതിയിൽ കേരളത്തിലെ ക്രിസ്ത്യാനി പ്രതികരിച്ചു തുടങ്ങി, അവൻ ചിന്തിച്ചു തുടങ്ങി. മണിപ്പൂർ വിഷയം ഇവിടുത്തെ കോൺഗ്രസും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും SDP-കാരനും പറയുന്നതല്ല, അവിടുത്തെ ഗോത്രവർഗത്തിനകത്ത് രണ്ട് കുക്കിയും അല്ലെങ്കിൽ മീറ്റിയും തമ്മിലുള്ള വിഭാഗം തമ്മിലുള്ള പ്രശ്നമാണ്. അതിനകത്ത് എല്ലാ ഗോത്രങ്ങളും ഉണ്ട്. ഇവിടുത്തെ താല്പര്യക്കാരെ ഒരു ഗോത്രം മറ്റേ ഗോത്രത്തെ ആക്രമിക്കുമ്പോൾ പള്ളിയും മോസ്കും അമ്പലവും എല്ലാം ആക്രമിക്കുന്നുണ്ട്. താല്പര്യക്കാരെ അത് ചിലത് മാത്രം എടുത്തു കാണിക്കുന്നുണ്ടോ എന്ന് മനസ്സിലായി. രാഹുൽ ഗാന്ധി ആവുന്ന നോക്കി അതെടുത്ത് കത്തിക്കാൻ അല്ല, അത് ഇപ്പൊ ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലായി. ഇത് പറഞ്ഞു കൊടുക്കാൻ BJP-കാരൻ തയ്യാറാവണം. BJP-യുടെ പണി അതല്ലല്ലോ കേരളത്തിൽ. BJP-യുടെ പണി ഇവർ രണ്ടുപേരും പോകുന്നു, അതിൻ്റെ കൂടി ഇവരും പോകുന്നു. അവർക്ക് കിട്ടുന്നതിൻ്റെ കുറച്ച് വിധം കൊടുക്കുന്നവർ ഇവർക്ക് കൊടുക്കും. റേറ്റിന് കുറവ് വരുന്നേ ഉള്ളൂ. പറഞ്ഞ സാറിന് മനസ്സിലായില്ലേ? 1 ലക്ഷം പിരിവ് UDFന്, 1 ലക്ഷം പിരിവ് LDFന് കൊടുക്കുമ്പോൾ BJPക്ക് 50,000 കിട്ടും. അപ്പം അത് മേടിച്ചാലേ മറ്റവർക്ക് ചിലവുണ്ട്, അത്രയും ചിലവ് ഇവർക്ക് വരുന്നില്ലല്ലോ. അപ്പം അത് ലാഭമാണ്. ആ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ BJP രക്ഷപ്പെടത്തില്ല. കേന്ദ്രത്തിലെ അമിത്ഷാ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പോലെ
നരേന്ദ്രമോദി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും രാജ്യസേവനത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനവും പൊതുജനത്തിന്റെ ഭാഗമായിട്ട് പോകുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് ജനത്തിന് തിരിച്ചറിഞ്ഞാൽ ഇവിടെ അവർക്ക് ജനപ്രതിനിധികൾ ഉണ്ടാവും. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഇവിടുത്തെ മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഗമായിട്ട് മുസ്ലിങ്ങളെ നമുക്ക് പറയേണ്ട സാറേ, മുസ്ലിം തീവ്രവാദത്തിന്റെ ഭാഗമായിട്ട് നിന്നേലെ രക്ഷയുള്ളെന്ന് LDF UDF വിചാരിച്ച് മുന്നോട്ട് പോകുന്നു. കൈവെട്ടിയപ്പോ കാര്യം പറഞ്ഞില്ല ഇവിടുത്തെ LDF-കാരൻ. ഇവിടുത്തെ കൈവെട്ടിയെടുത്ത സാറിന് വേണ്ടി സംസാരിക്കാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്ക് ഭയമായിരുന്നു. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി പറഞ്ഞത് ആ പ്രൊഫസർ എന്ത് മണ്ടത്തരവോ കാണിച്ചത്, എന്ത് മണ്ടത്തരവോ കാണിച്ചത്, എന്തുകൊണ്ട് അത് തന്നെ അതിന് ഭയമായിരുന്നു. ഇപ്പം അവർക്ക് ആ കാര്യം അത് തെറ്റാണെന്ന് പറയാൻ കെൽപ്പ് കിട്ടിയത് BJP-കാരന്റെ കൂടെ നിന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായി. ക്രിസ്ത്യാനിക്ക് അത് മനസ്സിലായി. അതിനുശേഷം പള്ളിയിലത്തിന്റെ നെഞ്ചത്ത് ബൈക്ക് കയറ്റി വെച്ചപ്പോഴും, കുർബാന നടത്തിയപ്പോൾ വണ്ടി ഓടിച്ചപ്പോഴും, അല്ലെങ്കിൽ SDPI-കാരെ പറഞ്ഞപ്പോൾ മുദ്രാവാക്യം വിളിച്ച് ചെന്നപ്പോഴും RSS-കാരനെ നിറഞ്ഞിരിക്കാനുള്ളായിരുന്നു. മാരാൻ കൺവെൻഷൻ വേണ്ടെന്ന് തീരുമാനിക്കുമ്പോഴും RSS ഉള്ളൂ. ഇവിടുത്തെ UDF LDF ഒന്നുമില്ല. അവർക്ക് നിൽക്കാൻ സാധിക്കുമെങ്കിൽ അവർ നിന്നു കൊടുക്കുന്നില്ല. എന്താണെന്നറിയോ? സംഘടിത വോട്ട് ഒരു ഭാഗത്തുണ്ടോ എന്നുള്ള പേടി. ഇപ്പം സംഘടിത വോട്ട് എല്ലായിടത്തും ഉണ്ടെന്ന് മനസ്സിലാവുന്ന ഒരു അവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഇപ്പം ക്രിസ്തുമസ് കലക്കുന്നത് ആരാ നമുക്കറിയത്തില്ല. ഇന്നലെ സുരേന്ദ്രൻ പറഞ്ഞത് ക്രിസ്തുമസ് കലക്കുന്നത് സന്ദീപ് വാര്യരാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഈ അടുത്ത ദിവസങ്ങളിൽ BJP-ക്ക് നിന്ന് പോയ ആളാണ് ക്രിസ്തുമസ് കലക്കുന്നത്. അവർ കൊട്ടേഷൻ കൊടുത്താൽ കലക്കുന്നത് അത് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് അല്ല, അതിനകത്ത് കാര്യമുണ്ട്. കാരണം ഈ കോൺഗ്രസിൽ നിന്ന് പൊതുവെ ഈ ക്രൈസ്തവ വിഭാഗം അങ്ങ് അകലുകയാണ്. ഈ അകലുന്നത് എങ്ങോട്ടേക്ക് അവർ സ്പേസ് കണ്ടെത്തിന്ന് ചോദിച്ചാൽ BJP-യിലേക്കാണ്. അത് ഇവർക്ക് അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. സഹിച്ചേ മതിയാകത്തുള്ളൂ. വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ്. അല്ല, എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ക്രൈസ്തവരുടെ വോട്ട് എപ്പോഴും കോൺഗ്രസിന് കിട്ടുന്നതാണ്. അവർക്ക് മാറി ചിന്തിക്കാനേ പറ്റും. കേരളം മുഴുവൻ UDF LDF തരംഗം ഉണ്ടാകുമ്പോഴും നമുക്കറിയാം എറണാകുളത്ത് UDF-ന് ഒരു പച്ച തുരുത്തായി നിൽക്കുന്നത് ഈ ക്രൈസ്തവരുടെ വോട്ടല്ല. അതെ. അപ്പം അത് ഈ സാറേ അവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. അവരുടെ നിലപാടുകൾ എതിരെ മുസ്ലിം നിലപാടുകൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾ വരും. മുസ്ലിം ലീഗിനെ മുസ്ലിങ്ങളെ നമ്മൾ അതിന് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ കാര്യം പറയാൻ നിൽക്കുന്ന പാർട്ടിയാ. അവനത് പറയണം. പറഞ്ഞില്ല പിന്നെന്തോ പാർട്ടിയാ. പക്ഷെ അവരത് പറയുമ്പോൾ ആ പറച്ചിലിനാണ്, ഈ രണ്ട് പറച്ചിലിനകത്ത് ആ പറച്ചിലേ പ്രസക്തമാകുന്നുള്ളൂ. ഇത് UDF-നകത്ത് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി. UDF-ന്റെ ഭാഗമായിട്ട് എപ്പോഴും നിന്ന ക്രിസ്ത്യാനിക്ക് മനസ്സിലായി. അതുകൊണ്ട് വൈരാഗ്യ ബുദ്ധിയോടുകൂടി UDF ക്രിസ്ത്യാനി വിടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് ഇപ്പൊ ഈ അഭിപ്രായം പറഞ്ഞ ചില വള്ളിയിലച്ചന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ കൊച്ചാട്ടന്റെ മോന അവിടെ സ്ഥാനാർത്ഥിയാണ്, അല്ലെ മറ്റേ അത് ചില താല്പര്യക്കാരാ സഭയുടെ ഭാഗമായിട്ട് നിൽക്കുകയും എന്നാൽ ചില കൊച്ചാട്ടനും അച്ചായനും ഒക്കെ അവിടെ ബന്ധമുണ്ടല്ലോ, അല്ലെങ്കിൽ അമ്മാവിയുടെ മോന വള്ളിയിലച്ചാന്നേലും അമ്മായി അപ്പച്ചനും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ചില ആൾക്കാരെ ജയിപ്പിക്കണമെന്ന് പറയുന്ന ചില പള്ളിയിലച്ചന്മാരും അല്ലെങ്കിൽ സഭാമേലധ്യക്ഷന്മാരും ഒക്കെയാണുള്ളത്. പൊതുവെയുള്ള തീരുമാനത്തിനകത്ത് ഇപ്പോഴത്തെ UDF-ന്റെ നീക്കത്തിൽ അത് LDF-നോട് അത്രയും വൈരാഗ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. UDF-ന്റെ നിലപാടുകളോട് അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള സമീപനത്തോട് ക്രിസ്ത്യാനിക്ക് വളരെ കൃത്യമായ വൈരാഗ്യമുണ്ട്. അവർക്ക് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇനി UDF നിൽക്കുന്നതിനകത്ത് അവർക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് UDF-നകത്ത് നേതാക്കന്മാരില്ല സാറേ. പണ്ട് അങ്ങനെയല്ല സാറേ. മാണിയുണ്ട്, AK ആന്റണി ഉണ്ട്, ഉമ്മൻചാണ്ടി ഉണ്ട്. അവരുടെ സഭയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നേരിട്ട് വിളിച്ച് ഉമ്മൻചാണ്ടി ഇങ്ങ് വന്നിട്ട് ഒരു കാര്യമുണ്ടെന്ന് വളരെ ഒന്നുമില്ല തുറന്ന് പറയാൻ പറ്റുമായിരുന്നു. ഒരു പള്ളിയിലച്ചൻ അല്ലെങ്കിൽ സഭാമേലധ്യക്ഷൻ ഉമ്മൻചാണ്ടി എടുത്ത് സഭയുടെ ഒരു കാര്യം സഭയുമായിട്ട് ഏറ്റവും തുറന്ന് പറയാൻ പറ്റും. വേറെ ഒരാളുടെ അത്രയും ഹൃദയബന്ധത്തിൽ പറയാൻ പറ്റത്തില്ല സഭയുടെ ഒരു വിഷയം. മാണി എടുത്ത് പറയാം. മാണി ഇഞ്ഞു വന്നേ സഭയുടെ മേലധ്യക്ഷന്മാർ വിളിച്ചിട്ട് അവർക്ക് അവരുടെ ആഗ്രഹം ആ അർത്ഥത്തിൽ തുറന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നു. അത്രയ്ക്ക് ആ പാർട്ടിയായിട്ട് അല്ലെങ്കിൽ UDF വന്നാലും കോൺഗ്രസ് വന്നാലും അവർക്ക് അതിനകത്ത് സ്വാധീനം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ട് ആരാ ക്രിസ്ത്യാനിയുടെ നേതാവ് കോൺഗ്രസിനകത്ത്? സാർ പറ, എനിക്കറിയത്തില്ല. അവർക്ക് ആ രീതിയിൽ ഇടപെടാൻ പറ്റുന്നത്. അപ്പം അതിനകത്ത് അവർക്ക് അതിന്റെ ഭാഗമല്ല. അതിനെക്കാട്ടിൽ അവർ നോക്കുമ്പോൾ അധികാരമുണ്ട് കേന്ദ്രത്തിൽ. ഇവർ അതിനിടയ്ക്ക് ഒരു നീക്കം നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു ക്രൈസ്തവരിൽ ആരെയെങ്കിലും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനെന്നുള്ള ഒരു ശ്രമവും അവർ നടത്തുന്നുണ്ട്. കാരണം അത് ക്രൈസ്തവരെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി, ഗിമിക്ക് കാണിക്കാൻ വേണ്ടി. ആ ഒരു കാലം കഴിഞ്ഞു. ഇപ്പം ഉമ്മൻചാണ്ടി ഇരുന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്നെ AK ആന്റണി ഇപ്പോഴും അതിനപ്പുറമായിരുന്നല്ലോ അദ്ദേഹം. അതിനപ്പുറമായിരുന്നു. പക്ഷെ അതുപോലുള്ള ഒരാള് സാറേ ആരെ കൊണ്ട് വെച്ചാൽ ഇപ്പം നേതാക്കന്മാരില്ലാത്ത ഒരവസ്ഥയൊന്നുമില്ല. പരിശോധിക്കാൻ ഉണ്ട്. ക്രിസ്ത്യൻ MLA-മാരും MP-മാരും ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും സഭയ്ക്ക് അല്ലെങ്കിൽ ഇനി ജോസഫ് വാഴക്കനെ കൊടുക്കട്ടെ, അതൊന്നും സഭയ്ക്ക് അത്രയും അംഗീകാരമില്ല. കാരണം ഇവരെ കൊടുത്താലും പേരുകൊണ്ട് മാത്രം
ഉള്ള ഒരു ഗുണമേ ഉള്ളൂ. അത്രേ. ക്രിസ്ത്യാനി എന്നൊന്ന് ആശ്വസിക്കാവുന്നേ ഉള്ളൂ. ക്രിസ്ത്യൻ സഭകൾക്ക് പണ്ട് ഉമ്മൻചാണ്ടി ഇരുന്നപ്പോഴും ജോസ് കെ മാണി ഇരുന്നപ്പോഴും ഇടപെടാൻ സാധിച്ചതുപോലെ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നമ്മൾ അവരെ കുറ്റം പറയുന്നത്, ക്രിസ്ത്യാനി എപ്പോഴും അധികാരത്തിന്റെ കൂടെ നിന്നിട്ടുള്ളത്. അവർ നോക്കുമ്പോൾ ഇപ്പൊ അധികാരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് BJP ആണ്. കേരളത്തിൽ അവരുടെ ഭാഗമായിട്ട് നിന്നാൽ മാത്രമല്ല, അവരെ സഹായിച്ച് ഇവരവരുടെ ഭാഗമായിട്ട് നിൽക്കാമെങ്കിൽ ഇവിടെ അവർക്ക് കൃത്യമായിട്ട് സ്പേസ് കിട്ടും. പറഞ്ഞ മനസ്സിലുണ്ടോ? ആ സ്പേസ് കൊടുക്കാൻ BJP തയ്യാറാവുകയും ചെയ്യും. അവർക്ക് ഇവിടെ മാത്രമല്ലല്ലോ, കോൺഗ്രസിന് ഇപ്പൊ കേരളം മാത്രമേ ഉള്ളൂ. BJP കേരളം വേണ്ട. BJP കേരളം വേണ്ട. അതിന് ഇവിടെ കിട്ടുന്നതിന് വേണ്ടി ഒരാൾക്ക് സ്പേസ് കൊടുക്കുന്നതിന് അവർക്കെന്തോ കുഴപ്പം? ആ സ്പേസ് ഫില്ല് ചെയ്ത് കിട്ടിയാൽ മതി BJPക്ക്. അപ്പൊ ആ പൊളിറ്റിക്സിലേക്ക് പോകും. അതിന്റെ ഭയമുണ്ട്. UDF അധികാരത്തിൽ വരാൻ നിൽക്കുമ്പോഴും ക്രിസ്ത്യാനി ഇതേ നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ, ആ നിലപാടിന് തൂക്കം കൂടിയാൽ UDF അധികാരത്തിൽ വരത്തില്ല. സാർ വിചാരിക്കുന്നവരല്ല. മുസ്ലിം ലീഗിന് ഒരു ഭാഗമേ ഉള്ളൂ. അവരെ ആ ഭാഗം കൊണ്ട് നിൽക്കും. അത് അവർക്ക് നിൽക്കാനറിയാം. അവർക്ക് അത്ര MLA-മാരുണ്ടാവും. അത് പ്രതിപക്ഷത്തിരുന്നാലും ഉണ്ടാവും, ഭരണപക്ഷത്തിരുന്നാലും ഉണ്ടാവും. പക്ഷേ ബാക്കിയുള്ളത്തോട്ട് ജയിക്കേണ്ടി വരുമ്പോൾ ഇപ്പൊ മുനമ്പം വിഷയം ലാറ്റിൻ കാത്തോലിക്സ് വിഷയമായിട്ട് എടുത്താൽ തീരദേശ മേഖലയിൽ അത് വലിയ പ്രശ്നമാവും. മുനമ്പം വിഷയം എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും, എത്ര മണിപ്പൂർ വിഷയത്തെ വെച്ച് അതിനെ മുക്കാൻ ശ്രമിച്ചാലും അതൊക്കെ അങ്ങ് മാറി ക്രിസ്ത്യാനി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ പൊളിറ്റിക്സ് ആണ് ഇവിടെ കളിക്കുന്നത്. ആ പൊളിറ്റിക്സ് വ്യക്തത വരുത്തി കളിച്ചില്ലെങ്കിൽ, ആ പൊളിറ്റിക്സിനകത്ത് വ്യക്തത വരുത്തി BJP കളിച്ചാൽ BJP ഗുണം ചെയ്യും. അത് കളിക്കാൻ BJPക്ക് അറിയാമെങ്കിൽ കളിക്കുക. BJPക്ക് രാഷ്ട്രീയ ഗുണം ഉണ്ടാകും. ഇപ്പോൾ ക്രിസ്മസ് ഇത് കളിക്കുന്നത് ഈ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ സന്ദീപ് വാര്യർ ആണെങ്കിൽ അത് BJPയുടെ തലയിൽ വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ സുരേന്ദ്രന് വേറെ വല്ല പണിക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ നോക്കുമ്പം സുരേന്ദ്രനെക്കാട്ടി വലിയ നേതാവ് ഇപ്പൊ സന്ദീപ് വാര്യർ തന്നെ ഏറ്റെടുത്ത ജോലി കൃത്യമായിട്ട് ചെയ്തു. അതെ